ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ മോളിവുഡിൽ നിന്നും ഒപ്പം തന്നെ കോളിവുഡിൽ നിന്നും 2 വീതം സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തമിഴിലെ നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ അത് ലാൽ സലാം എന്ന സിനിമയാണ്. ജയിലറിന് ശേഷം രജനീകാന്ത് അഭിനയിച്ച സിനിമ കൂടിയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാൽ സലാം എന്ന സിനിമയ്ക്ക് നിലവിൽ മികച്ചൊരു പ്രൊമോഷൻ ഓഡിയോ ലോഞ്ചെല്ലാം തന്നെ നടത്തിയെങ്കിൽ പോലും ഒരു തരത്തിലും മികച്ചൊരു പ്രീ റിലീസ് ഹൈപ്പ് സിനിമ നേടിയെടുത്തിട്ടില്ല. നിലവിൽ അതെല്ലാം തന്നെ സിനിമയുടെ പ്രീ സെയിൽ കളക്ഷനിലും ബുക്കിംഗ് സ്റ്റാറ്റസിലും പ്രകടമാണ്. ഗോകുല മൂവീസ് കേരളത്തിലേക്ക് വിതരണത്തിന് കൊണ്ടുവരുന്ന സിനിമയ്ക്ക് കേരളത്തിൽ മികച്ചൊരു സ്ക്രീൻ കൗണ്ട് ഉണ്ട്, ഒപ്പം തന്നെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിലും അത്ര മികച്ച ബുക്കിംഗ് ഒന്നും തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നാളത്തെ അഭിപ്രായങ്ങൾ പോലിരിക്കും സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ നാളെ അറിയാനായിട്ട് കാത്തിരിക്കൂ. തമിഴിലെ നാളത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട റിലീസ് അത് ലവർ എന്ന സിനിമയുടേതാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഗുഡ് നൈറ്റ് ടീമിന്റെ അതേ ടീമിന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമ കൂടിയാണ് ലവർ. ചിത്രത്തിന്റെ ഒരു സെലിബ്രിറ്റി പ്രീമിയർ ഷോ കൂടി നടന്നിരുന്നു. അത് പ്രകാരമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് പ്രീമിയർ ഷോയിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. നാളത്തെ സിനിമയുടെ റെഗുലർ ഷോ അഭിപ്രായങ്ങൾ എന്താണ് എന്നറിയാനായിട്ട് കാത്തിരിക്കാം. നാളെ ഫെബ്രുവരി 9-ന് 2 മലയാളം സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതിൽ ഒന്ന് പ്രേമലു എന്ന സിനിമയാണ്. എസ്ലൻ, മമിത ബൈജു എന്നിവർ പ്രധാന റോളുകളിൽ എത്തുന്ന മികച്ചൊരു പ്രീ റിലീസ് ഹൈപ്പും പ്രൊമോഷൻ എല്ലാം തന്നെ നടത്തിയ സിനിമ കൂടിയാണ് പ്രേമലു. സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ആ പ്രൊമോഷൻ എല്ലാം തന്നെ സിനിമയ്ക്ക് ഗുണകരമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന സിനിമ കൂടിയ പ്രേമലു എന്ന സിനിമയ്ക്ക് കഴിഞ്ഞ 24 മണിക്കൂറിൽ 5000-ലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ വിറ്റഴിക്കപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ലഭ്യമാകുകയാണെങ്കിൽ വിജയ സാധ്യതയുള്ള സിനിമ കൂടിയായിട്ട് പ്രേമലുവിനെ കണക്കാക്കാം. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം സിനിമ അത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയാണ്. ടൊവിനോ നായകനായി എത്തുന്ന സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ചിത്രത്തിന് മികച്ചൊരു പ്രീ റിലീസ് ഹൈപ്പ് ഒപ്പം തന്നെ മികച്ചൊരു ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം തന്നെ ബുക്ക് മൈ ഷോയിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 10,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയുടെ പേരിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അതെന്തായാലും സിനിമയ്ക്ക് നല്ലൊരു ശുഭസൂചന തന്നെയാണ്. നാളെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ പ്രേമലു പോലെ തന്നെ വിജയ സാധ്യത കൽപ്പിക്കുന്ന സിനിമ കൂടിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. മികച്ച ട്വിസ്റ്റ് എല്ലാം തന്നെ ഉണ്ടാവട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കൂ ഈ പറഞ്ഞ സിനിമകളുടെ എല്ലാം തന്നെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട്. അടുത്തയാഴ്ച ഫെബ്രുവരി 15-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മലയാളം സിനിമയാണല്ലോ ഭ്രമയുഗം. മമ്മൂട്ടി നായകനായി എത്തുന്ന ഈ ഒരു ഹൊറർ ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ UK ബുക്കിംഗ് ഏകദേശം ഒരാഴ്ച മുന്നേ തന്നെ ആരംഭിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ വിദേശത്ത് UAE-യിൽ സിനിമയുടെ ബുക്കിംഗ് ഇന്ന് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ മറ്റന്നാൾ പുറത്തു വരാനായിട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ. സിനിമയുടെ പ്രീ സെയിൽ കണക്കുകളെല്ലാം തന്നെ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട്.